ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? നമുക്കിന്ന് ഉദയനെക്കുറിച്ച് സംസാരിക്കാം. കേരളത്തെ ഞെട്ടിച്ച ഉദയൻ ഉരുട്ടിക്കൊലക്കേസ്. ഓണക്കോടി കാത്തിരുന്ന അമ്മയ്ക്ക് കിട്ടിയത് തണുത്ത് വിറങ്ങലിച്ച മകന്റെ ശരീരം. കൊലപാതകത്തിന്റെ നാൾ വഴികൾ ഇങ്ങനെ. മോഷണക്കുറ്റം ആരോപിച്ചാണ് 2005 സെപ്റ്റംബർ 27-ന് ഉദയകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന് അന്നത്തെ ഫോർട്ട് CI ആയിരുന്ന EK സാബുവിന്റെ പ്രത്യേക സ്ക്വാഡിലുള്ള പോലീസുകാരാണ് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. ആക്രിക്കടയിൽ ജോലിക്കാരനായിരുന്ന ഉദയകുമാറിന് പോലീസ് കസ്റ്റഡിയിൽ നേരിടേണ്ടി വന്നത് അതിക്രൂരമായ 3-ാം മുറ. ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചും ഉരുട്ടിയുമാണ് കൊലപ്പെടുത്തിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കേസ് പോലും ചാർജ് ചെയ്യാതെയാണ് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. ജിതകുമാർ, ശ്രീകുമാർ, സോമൻ എന്നീ പോലീസുകാർ ചേർന്നാണ് ഉദയകുമാറിന് മേൽ 3-ാം മുറ പ്രയോഗിച്ചത്. ജിതകുമാറും ശ്രീകുമാറും ചേർന്ന് GI പൈപ്പ് കൊണ്ട് തുടയിൽ മാരകമായി അടിച്ചു. രാത്രി 8 മണിയോടെയാണ് ഉദയകുമാർ മരിക്കുന്നത്. തുടർന്ന് SI അജിത് കുമാറും CI EK സാബുവുമായി ഗൂഢാലോചന നടത്തി കള്ളക്കേസ് ചാർജ് ചെയ്യുകയായിരുന്നു. കൈകാലുകൾ കെട്ടാൻ ഉപയോഗിച്ച തോർത്തും അടിച്ച ചൂരലും മാറ്റി ACP TK ഹരിദാസും ഗൂഢാലോചനയിൽ പങ്കാളിയായി. ഇതിനുശേഷം ASI രവീന്ദ്രൻ നായരും ഹെഡ് കോൺസ്റ്റബിൾ ഹീരാലാലും മോഷണക്കുറ്റത്തിന് വ്യാജ FIR ഉണ്ടാക്കി. കള്ളക്കേസ് ഫയൽ ചെയ്ത ശേഷം ഡ്രാഫ്റ്റ് നശിപ്പിച്ചു. അസിസ്റ്റന്റ് റൈറ്ററായ മധുസൂദനനെ ഭീഷണിപ്പെടുത്തി അറസ്റ്റ് കാർഡും തയ്യാറാക്കി. 2 കള്ളസാക്ഷികളെ സൃഷ്ടിച്ച് സംഭവ ദിവസം വൈകിട്ട് 4-ന് അറസ്റ്റ് ചെയ്തതായി വ്യാജ മഹസർ ഉണ്ടാക്കി. ഉദയകുമാറിനെ രാത്രി 8-നാണ് സ്റ്റേഷനിൽ എത്തിച്ചത് എന്ന വ്യാജരേഖയും ഉണ്ടാക്കി. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഇവർ പറഞ്ഞത് വഴിയരികിൽ പരിക്കേറ്റ് കിടന്ന ആളാണ് എന്നാണ്. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലാണ് മർദ്ദനത്തിന്റെ ഭീകരത പുറത്തു വന്നത്. കാലിലെയും നെഞ്ചിലെയും അസ്ഥികൾ നിരവധി കഷ്ണങ്ങളായി നുറുങ്ങിയിരുന്നു. ജനകീയ പ്രതിഷേധത്തെ തുടർന്നാണ് RDOയുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ തയ്യാറായത്. 2005 സെപ്റ്റംബർ 30-ന് ഉരുട്ടിക്കൊലയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു. റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. തുടയിലെ രക്തധമനികൾ പൊട്ടിയാണ് ഉദയൻ മരിക്കുന്നത്. തുടയിലെ എല്ലുകൾക്കും നെഞ്ചിലെ എല്ലുകൾക്കും അതിശക്തമായ മർദ്ദനമാണ് ഏറ്റിട്ടുള്ളത്. ക്രൂരമായ രീതിയിലായിരുന്നു ഉദയനെ അവർ കൊന്നത്. പ്രതികളായ 2 പോലീസുകാർ നെയ്യാറ്റിൻകര സ്വദേശി ശ്രീകുമാറും വഴുതക്കാട് സ്വദേശി ജിതകുമാറും കീഴടങ്ങി. 2005 ഒക്ടോബർ 5-ന് അമ്മയുടെ നിർബന്ധപ്രകാരം കേസ് ക്രൈംബ്രാഞ്ചിന് പോയി. ക്രൈംബ്രാഞ്ച് DYSP 300 പേജുള്ള കുറ്റപത്രം നൽകി. തിരുവല്ലം പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ D വിജയകുമാർ, കോൺസ്റ്റബിൾ അനിൽകുമാർ എന്നിവരെ CBI അറസ്റ്റ് ചെയ്തു. SP TK ഹരിദാസിനെ 7-ാം പ്രതിയാക്കി CBI കുറ്റപത്രം സമർപ്പിച്ചു. വിചാരണയ്ക്കിടെ പ്രതികളുടെ കൂറുമാറ്റം പ്രതിസന്ധി ഉണ്ടാക്കി. ഇതിനിടയിൽ 3-ാം പ്രതി സോമൻ മരിച്ചു. 2018 ജൂലൈ 24-ന് 5 പോലീസുകാരും കുറ്റവാളികളാണെന്നും വധശിക്ഷയും വിധിച്ചു. 1ഉം 2ഉം പ്രതികളായ ജിതകുമാർ, ശ്രീകുമാർ എന്നിവർക്കാണ് വധശിക്ഷ വിധിച്ചത്. മാത്രവുമല്ല, ഇവർക്ക് 2 ലക്ഷം രൂപ പിഴയും അടക്കണം. ഇതിൽ മറ്റൊരു കാര്യമെന്തെന്നാൽ ശ്രീകുമാർ മൗത്ത് ക്യാൻസർ പിടിപെട്ട് വായും ചുണ്ടും കീറി നാക്ക് തള്ളിയായിരുന്നു മരിച്ചത്. കാലം കാത്തുവെച്ച കാവ്യനീതി. മറ്റൊരാൾ ഇന്നും വധശിക്ഷ കാത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്നു.